നമസ്കാരം. മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. പള്ളി വേറെ, പള്ളിക്കൂടം വേറെ, വിദ്യാഭ്യാസം വേറെ, വിവരം വേറെ. വിവരം വട്ടപൂജ്യമായാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. എത്ര വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞാലോ, എത്ര ഉന്നത ജോലി ഉണ്ടെന്ന് പറഞ്ഞാലോ, ഇതിനൊന്നിനും ഒരു കാരണവുമില്ലാതെയായി മാറും. 100% ലിറ്ററസി രേഖയുള്ള, അതായത് സാക്ഷരതയുള്ള നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക് ഇതെന്തു പറ്റി എന്ന ചോദ്യമേ നമുക്ക് ചോദിക്കാൻ കഴിയുകയുള്ളൂ. ലഹരിക്കടിമയായ ഈ ആൺകുട്ടികളെ തേടിപ്പോകുന്ന പെൺകുട്ടികൾ, ലഹരിക്കടിമയാണെന്ന് പറഞ്ഞിട്ടും അതെല്ലാം അവന്റെ സ്നേഹമാണെന്ന് കരുതുന്ന പെൺകുട്ടികൾ, ഇനി ഉപദ്രവിച്ചാലോ, ഇതൊക്കെ ഏട്ടായിയുടെ ഒരു കരുതലും പ്രണയവും സ്നേഹവും ഒക്കെ അല്ലേ എന്ന മനസ്സിൽ പറഞ്ഞുകൊണ്ട് ആത്മവിശ്വാസം നൽകിക്കൊണ്ട് എല്ലാം കണ്ടും കേട്ടും ക്ഷമിച്ചും അടികൊണ്ടും കഴിയുന്ന മറ്റു ചില പെൺകുട്ടികൾ. എത്ര വലിയ വരുമാനമുള്ള ജോലി ഉണ്ടെന്ന് പറഞ്ഞാലും ചിലരൊക്കെ അത് ചോദിക്കുമ്പോൾ ആ വരുമാനം അപ്പാടെ എടുത്തു കൊടുക്കും. ഇനി അമ്മയ്ക്കോ അച്ഛനോ അല്ല, വളർത്തി വലുതാക്കിയ അമ്മയ്ക്കും അച്ഛനും കൊടുത്തിരുന്നുവെങ്കിൽ അത് അത്രയ്ക്ക് ഇത്ര എന്നെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ആരാരും അറിയാതെ വെറും 6 മാസത്തെ പരിചയത്തിനു മേൽ കൊടുത്തതോ മാനവും പണവും മാത്രമല്ല, അച്ഛനും അമ്മയും ഇത്രയും നാളുവരെ ആ മകളെ എന്താണോ ആലോചിച്ച് വളർത്തിയത് അതിനൊക്കെ തന്നെ കിട്ടിയിരിക്കുന്ന വലിയ അടിയായി മാറുകയാണ്. പറഞ്ഞു വരുന്നത് IB ഉദ്യോഗസ്ഥയായ പെൺകുട്ടിയുടെ ആത്മഹത്യയെക്കുറിച്ച് തന്നെയാണ്. ഈ IB ഉദ്യോഗസ്ഥയായ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾക്ക് ഇതുവരെ ഒരു കുറവ് വന്നിട്ടില്ല. മാത്രമല്ല, കൃത്യമായ കാര്യം ഇതുവരെ ലഭിച്ചിട്ടുമില്ല. അതായത് ഈ ആത്മഹത്യക്ക് കാരണക്കാരനായ യുവാവിനെ തേടി ഇറങ്ങിയിരിക്കുകയാണ് പോലീസ്. അക്ഷരാർത്ഥത്തിൽ ഇരുട്ടിൽ തപ്പുകയാണോ എന്ന് ചോദിക്കേണ്ടി വരും. പോലീസ് കണ്ടുപിടിക്കേണ്ട പല കാര്യങ്ങളും ഇവിടെ കണ്ടുപിടിക്കുന്നത് ആ 24 വയസ്സുകാരി യുവതിയുടെ അച്ഛൻ തന്നെയാണ്. അവരുടെ ബാഗിൽ നിന്നും കണ്ടുകിട്ടിയ ചില വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അദ്ദേഹത്തിന്റെ അറിവിൽ നിന്നും അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചത് തന്റെ സ്വന്തം മകൾ ലൈംഗിക ചൂഷണത്തിന് ഇരയായിരിക്കുന്നു എന്നുള്ളതാണ്. വിവരം വേറെ, വിദ്യാഭ്യാസം വേറെ എന്ന് പറയുന്നത് വെറുതെയല്ല. 6 മാസം മാത്രം പരിചയമുള്ള ഒരു യുവാവുമായി, മലപ്പുറത്തുകാരനായ യുവാവുമായി അവൻ വിളിക്കുമ്പോഴൊക്കെ തന്നെ സ്വന്തം കാർ ഉപയോഗിച്ച് കറങ്ങുക, സ്വന്തം അക്കൗണ്ടിലെ പണം ഉപയോഗിച്ച് അവന് വേണ്ട ആവശ്യമായ എല്ലാ സാധനങ്ങളും വാങ്ങുക, എന്തിനേറെ പറയുന്നു കഷ്ടപ്പെട്ട മണിക്കൂറോളം നിന്ന് സമ്പാദിച്ച പണം പൂർണ്ണമായും അവന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുക്കുക, 1000-ഉം 10,000-ത്തിലും തുടങ്ങി പിന്നെ മുഴുവൻ തുകയുമായി തിരിച്ച് അയച്ചു കൊടുക്കുക. എന്നാൽ അതിനുശേഷം അവന്റെ പിച്ചക്കാശിൽ കഴിയേണ്ട ഒരു ഗതികേടിലാണ് തന്റെ മകൾ എന്ന് അറിയുകയാണ് ഇവിടെ അച്ഛൻ. മാത്രമല്ല, അച്ഛൻ ഇനി എന്തൊക്കെ അറിയേണ്ടതുണ്ട്. സ്വന്തം മകൾ എന്ന് പറയുന്ന ഒരൊറ്റ മകൾ മാത്രമാണ് ഉള്ളത്. സ്നേഹിച്ചും ലാളിച്ചും ആണായും പെണ്ണായും ഒക്കെ തന്നെ ഈ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിരുന്നത് ഈ ഏക മകൾ മാത്രമാണ്. അങ്ങനെയെങ്കിൽ ഈ അച്ഛനും അമ്മയും ഓർക്കാതെ എന്തിനാ ആ പെൺകുട്ടി ഈ റെയിൽവേ ട്രാക്കിന് മുന്നിൽ അല്ലെങ്കിൽ ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ചു എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വരുന്നത് ഈ അച്ഛൻ കഴിഞ്ഞ ദിവസം അച്ഛൻ തന്നെയാണ് കണ്ടെത്തിയത് മകൾ ഇത്തരത്തിലൊരു ചൂഷണത്തിന് ഇരയായിട്ടുണ്ട് എന്ന്. അതിനുശേഷം അച്ഛൻ പേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് അച്ഛൻ ലഭിച്ച എല്ലാ തെളിവുകളും എല്ലാ വിവരങ്ങളും പോലീസ് സ്റ്റേഷനിൽ വന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. പലരും പറയുന്ന പ്രധാന കാരണം ഇവിടെ ബലാത്സംഗമൊന്നും അല്ലല്ലോ, ഇഷ്ടത്തിന് ഇറങ്ങി തിരിച്ച് ഇഷ്ടത്തിന് അവന്റെ കൂടെ പോയി അവൻ പറ്റിച്ചിട്ട് ഇപ്പോൾ കിടന്ന് കരങ്ങിട്ട് കാര്യമുണ്ടോ എന്നുള്ളതാണ്. പക്ഷേ ആ അച്ഛനും അമ്മയ്ക്കും നഷ്ടമായത് മകളാണ്. മകളിനി എന്തൊക്കെ വൃത്തികേട് ആ അച്ഛനും അമ്മയോട് കാണിച്ചാലും അവർക്ക് അങ്ങനെ ഒന്നും പെട്ടെന്ന് തള്ളിക്കളയാൻ സാധിക്കുകയില്ല. എവിടെ പോയി ഈ സുഗാന്ത് എന്ന ഈ വ്യക്തി? സ്നേഹിച്ചും കെയർ കൊടുത്തും ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും വാങ്ങി നൽകാൻ ഞാനുണ്ട് നിനക്ക് എന്ന് പറഞ്ഞുകൊണ്ടും സ്നേഹത്തിന്റെ ഒരു വൃത്തികെട്ട മുഖം മൂടി അണിഞ്ഞുകൊണ്ടായിരുന്നു കഴിഞ്ഞ 6 മാസവും ഈ പെൺകുട്ടിക്ക് മുന്നിൽ സുഗാന്ത് എന്ന ഈ വ്യക്തി ഉണ്ടായിരുന്നത്. ഒടുവിൽ നീ എന്നെ ചതിച്ചല്ലേ, അല്ലെങ്കിൽ അവൻ തന്നെ ചതിച്ചു എന്ന ബോധ്യം മനസ്സിലാക്കിയതിന് പിന്നാലെയാണ് മറിച്ചൊന്നും ചിന്തിക്കാതെ 23 വർഷത്തോളം കാലം സ്നേഹിച്ച് ലാളിച്ച് വളർത്തി വലുതാക്കിയ ആ അച്ഛനെയോ അമ്മയെയോ കുറിച്ച് ഒന്നും ആലോചിക്കാതെ ആ ട്രെയിനിന് മുന്നിൽ എല്ലാം അവൾ നിർത്തിയതും അല്ലെങ്കിൽ എല്ലാം അവൾ അവസാനിപ്പിച്ചതും ചിലപ്പോൾ ഈ മുഖം മൂടി തിരിച്ചറിഞ്ഞ ആ നിമിഷമായിരിക്കാം. വിവാഹത്തിൽ നിന്ന് പിന്നോട്ട് വലിഞ്ഞ ഈ സുഗാന്തിന്റെ ഈ കള്ളത്തരം കയ്യോടെ ആദ്യം തൂക്കിയത് അച്ഛൻ തന്നെയാണ്. ഇവൻ ആളത്ര ശരിയല്ല, ആളത്ര വെടുപ്പല്ല എന്നും അച്ഛന് ആദ്യമേ ഒരു തോന്നലുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട പല തരത്തിൽ മകളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചുവെങ്കിലും അച്ഛന് അത് വിജയിക്കാൻ സാധിച്ചില്ല. മകൾ തങ്ങളറിയാതെ പലയിടങ്ങളിലായി കറങ്ങി എന്ന് പോലും ആ അച്ഛനൊടുവിൽ കണ്ടെത്തേണ്ടി വന്നു. ATM കാർഡിൽ നിന്നുള്ള വിശദ വിവരങ്ങൾ, ബാങ്കിൽ നിന്നുള്ള സ്റ്റേറ്റ്മെന്റുകൾ, ഇവയെല്ലാം തന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന കാര്യം തന്നെയായിരുന്നു. അച്ഛൻ അറിയുന്നത് വീട്ടിലേക്കാണ് എന്ന് പറഞ്ഞ് ഹോസ്റ്റലിൽ നിന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ വീട്ടിൽ ഒരു ദിവസം നിൽക്കും, പിന്നെ ഹോസ്റ്റലിൽ തിരിച്ചെത്തുന്നത് 3-4 ദിവസം കഴിഞ്ഞായിരിക്കും.
എവിടെയാണ് എന്ന ചോദ്യത്തിന് ഉത്തരം പിന്നീട് ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ നിന്ന് മനസ്സിലായത് KTDC ബസ്സിൽ പത്തനംതിട്ടയിൽ നിന്നും എറണാകുളത്തേക്ക് പോകും. പിന്നെ അവിടെ നിന്ന് ഫ്ലൈറ്റ് മാർഗം തമിഴ്നാട്ടിൽ ചെന്നൈയിലേക്ക് പോകും. അവിടെ നിന്ന് വീണ്ടും എറണാകുളം, പിന്നെ തിരുവനന്തപുരം എന്നിങ്ങനെ ഒരു പാൻ സൗത്ത് ഇന്ത്യ മൊത്തം കറങ്ങി നടന്ന ഈ പെൺകുട്ടി സമ്പാദിച്ച മുഴുവൻ തുകയും ഊറ്റി നശിപ്പിച്ച, അവളുടെ ജീവിതം നശിപ്പിച്ച, ഇപ്പോൾ ആളായി വലിയ ആണത്തരം കാണിച്ച് എവിടെയോ ഒളിച്ചുപോയി നിൽക്കുന്നുണ്ട്. കേരളത്തിലെ എല്ലാ ആണുങ്ങളും ഇങ്ങനെയല്ല എന്ന് വ്യക്തമാണ്. പക്ഷേ ഇങ്ങനെയുള്ള ചിലരും നമ്മുടെ സമൂഹത്തിനിടയിൽ ഉണ്ട്. പെണ്ണിനെയും ആണിനെയും കുറ്റപ്പെടുത്തേണ്ടതുണ്ട്. കാരണം താൻ സ്നേഹിക്കുന്നത്, സത്യസന്ധമായി സ്നേഹിക്കുന്നത്, അത്തരത്തിൽ സ്നേഹം കൊടുക്കേണ്ടത് സത്യസന്ധത കാണിക്കുന്ന ആ പുരുഷന് തന്നെ എന്നുള്ള സംശയവും കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം ആരൊന്ന് ചിരിച്ചു കാണിച്ചാലും അത് സ്നേഹമാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അവരുടെ മുന്നിൽ പോയി വീഴുകയും എല്ലാം നിനക്കുള്ളതാണ് എന്ന് പറഞ്ഞ് എല്ലാം ത്യജിക്കുകയും ചെയ്താൽ പിന്നെ ഒടുവിൽ ഈ പെൺകുട്ടിയുടെ ഗതികേടായിരിക്കും നമുക്കെല്ലാവർക്കുമെന്ന് പറയാതിരിക്കാൻ വയ്യ. ഏതായാലും വിവരവും വിദ്യാഭ്യാസം മാത്രം പോരാ, വിവരം വട്ടപൂജ്യമായാൽ, വിവരം ഏതെങ്കിലും ആണുങ്ങളുടെ കാൽ കീഴിൽ കൊണ്ട് വെച്ചു കഴിഞ്ഞാൽ പിന്നെ ഗതി ഇത് തന്നെയായിരിക്കും. എന്തായാലും ഈ IB ഉദ്യോഗസ്ഥയുമായി ബന്ധപ്പെട്ട അനവധി വാർത്തകൾ പുറത്തു വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടലോടുകൂടിയല്ല നമുക്ക് കേൾക്കാൻ സാധിക്കുകയില്ല. അതിൽ പ്രധാന കാരണം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഈ സുഗാന്തിനെ ഇത്രയും ദിവസമായി പിടിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. 24-ാം തീയതി ഈ പെൺകുട്ടി മരിച്ചത്. പിറ്റേ ദിവസം 25-ാം തീയതി ഉച്ചയോടുകൂടി മലപ്പുറത്തെ വീട്ടിലുണ്ടായിരുന്ന ഈ സുഗാന്തിനെ കുടുംബസമേതം പിന്നീട് കാണാതാവുകയായിരുന്നു. ബന്ധുവീട്ടിലടക്കമുണ്ടെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. ലുക്കൌട്ട് നോട്ടീസ് അടക്കം ഇറക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ഇയാളെ പിടികൂടണമെങ്കിൽ പോലീസ് ഒന്നടങ്കം ശ്രമിക്കേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പിന്നെ എന്തുകൊണ്ട് വന്നില്ല എന്ന കാര്യവും കൂടി പ്രധാനമാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആത്മഹത്യയാണ് മരണകാരണം എന്ന് വ്യക്തമാകുന്നതിനോടൊപ്പം തന്നെ മറ്റു ചില കാരണങ്ങൾ കൂടി ഈ അച്ഛൻ പറയുന്ന ഈ ലൈംഗിക ചൂഷണത്തിന് ഇരയായിട്ടുണ്ടോ എന്ന് കൂടിയുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. കേസിന് എത്ര മാറിയാലും നീതിയെ അവർ വിശ്വസിക്കുന്നുണ്ട്. നീതിയെ മാത്രമേ വിശ്വാസവുമുള്ളൂ. ഏതായാലും ഈ അച്ഛനും അമ്മയും പോരാടാൻ തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. ഇത് നമ്മുടെ സമൂഹത്തിലെ ഓരോ പെൺകുട്ടികൾക്കുമുള്ള ഒരു പാഠം കൂടിയാണ്. എത്ര നിങ്ങൾ നന്നായി പഠിച്ചാലും, നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാണ് എന്ന് കരുതിയാലും, എത്ര കഷ്ടപ്പെട്ട് പഠിച്ചാലും, എത്ര നല്ല ശമ്പളം വാങ്ങി ജീവിക്കാനുള്ള ഒരു ജോലി ലഭിച്ചാലും, ചിലപ്പോൾ രക്തം മൂറ്റിക്കുടിക്കുന്ന രാക്ഷസന്മാരെ പോലെ ഇത്തരം ചെകുത്താന്മാർ നിങ്ങളുടെ ചുറ്റും വന്നേക്കാം. സ്നേഹത്തിന്റെയും പ്രണയത്തിന്റെയും ഏറ്റവും അടുത്ത ഫ്രണ്ട്ഷിപ്പിന്റെയും ഒക്കെ തന്നെ മുഖംമൂടിയിട്ടായിരിക്കാം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. 1 രൂപയെങ്കിൽ 1 രൂപ ആറ്റിൽ കളഞ്ഞാലും അളന്നു കളയണം എന്നുള്ള പഴഞ്ചൊല്ലുണ്ടല്ലോ. നമ്മൾ സമ്പാദിക്കുന്ന തുക, അതിപ്പോൾ ആണായാലും പെണ്ണായാലും, നിങ്ങൾ സമ്പാദിക്കുന്ന തുക നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അത് രണ്ടാമതൊരാൾക്ക് കൊടുക്കാവുന്നതാണ്. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എന്ന് പറയുമ്പോൾ മുഴുവൻ തുകയും എടുത്തു കൊടുത്ത് ഈ പെൺകുട്ടിക്ക് ഉണ്ടായ ഗതിയിലേക്ക് നിങ്ങൾ എത്തിച്ചെല്ലണം എന്നല്ല. ആദ്യ 6 മാസം 50,000 രൂപ ശമ്പളവും പിന്നീട് 1.5 ലക്ഷത്തിൽ അടുത്തേക്ക് ശമ്പളം കിട്ടേണ്ട പെൺകുട്ടിയാണ് 24-ാം വയസ്സിൽ ഒന്നുമല്ലാതെയായി മാറിയിരിക്കുന്നത്. ഏകദേശം 3.5 ലക്ഷം രൂപയാണ് ഈ പെൺകുട്ടിയിൽ നിന്നും ഇയാൾ ഇപ്പോൾ തട്ടിയെടുത്തത്. സ്നേഹത്തിന്റെ മാത്രം മുഖമൂടി അണിഞ്ഞാണ് ഈ 3.5 ലക്ഷം രൂപ തട്ടിയെടുത്തത് എന്ന് ഓർക്കുക. മാത്രമല്ല, ഇയാളുടെ സാമ്പത്തിക ചുറ്റുപാട് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ സാമ്പത്തികപരമായി ഇയാൾ ഉന്നത നിലയിൽ തന്നെയാണ്. അച്ഛനും അമ്മയ്ക്കും ഒരൊറ്റ മകൻ. അച്ഛന് ഈ സ്പെയർ പാർട്സിന്റെ ഷോറൂം ഉണ്ട്. മാത്രമല്ല, അമ്മ റിട്ടയർഡ് അധ്യാപിക. തൊട്ടടുത്തുള്ള ഈ അച്ഛന്റെ സഹോദരനോട് പോലും ഒന്നും മിണ്ടുകയില്ല. ഈ സമൂഹത്തിൽ നിന്നും ഒന്ന് ഉൾവലിഞ്ഞ് ജീവിക്കുന്ന പ്രകൃതമാണ് ഈ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഉള്ളത്. ഈ സുഗാന്ത് IB ഉദ്യോഗസ്ഥരാണെന്ന് നാട്ടുകാരിൽ ചിലർ പോലും അറിയുന്നത് ഈ വാർത്തകൾ പരന്നതിന് പിന്നാലെയാണ്. പക്ഷെ എന്നാലും സമൂഹത്തിൽ നിന്നും ഉൾവലി കഴിയുന്ന ഇവരെ സഹായിക്കുന്നതും പിന്തുണയ്ക്കുന്നതും ആരാണ്? ഒരു പെൺകുട്ടിക്ക് ഉണ്ടാകുന്ന ഇത്തരം മനോവിഷമങ്ങൾ മനസ്സിലായിട്ടും, ഇത്തരം സാഹചര്യങ്ങൾ മനസ്സിലായിട്ടും, ആ അച്ഛന്റെയും അമ്മയുടെയും നിലവിലെ സാഹചര്യം മനസ്സിലായിട്ടും പിന്നെ എന്തുകൊണ്ടാണ്, പിന്നെ ആരാണ് ഇവരെ സംരക്ഷിക്കുന്നത് എന്ന ചോദ്യം കൂടി ഉയരുകയാണ്. ബലാത്സംഗം ഒന്നുമല്ലല്ലോ, ഇഷ്ടത്തിന് ചെന്ന് കയറി കൊടുത്തതല്ലേ, പണി വാങ്ങിയല്ലോ, ഇനി മിണ്ടാതിരിക്കുക. ഇതൊക്കെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ കുറ്റപ്പെടുത്തൽ. കുറ്റം പറയുന്നത് മുഴുവനായും ആ പെൺകുട്ടിയെ തന്നെയാണ്. ഒന്ന് ചിന്തിക്കാമായിരുന്നല്ലോ, ഈ നൂറ്റാണ്ടിൽ പെൺകുട്ടികൾക്ക് എന്താണ് പറ്റിയത്? വിവാഹമൊന്നും വേണ്ട എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴും ഇത്തരം ചില ഈ കാപട്യ മുഖത്തിന്റെ കുഴിയിലേക്ക്, ചതിക്കുഴിയിലേക്ക് ചെന്ന് വീഴാൻ അവർ കാത്തു നിൽക്കുന്നത് പോലെ ചിലപ്പോഴൊക്കെ തോന്നാറുണ്ടെന്നും സമൂഹ മാധ്യമങ്ങളിലെ കുറിപ്പുകൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്.
ഏതായാലും നമ്മുടെ പെൺമക്കളെ നമ്മൾ കൂടി ഒന്ന് സൂക്ഷിക്കുക. ഇപ്പോൾ അച്ഛൻ ഇറങ്ങി തിരിച്ച് തന്റെ മകൾക്കുണ്ടായ എല്ലാ ബുദ്ധിമുട്ടുകളും കണ്ടുപിടിക്കുന്ന ഇതേ രീതി ഒരുപക്ഷെ അച്ഛൻ നേരത്തെ കണ്ടുപിടിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ആ മകൾ അച്ഛനോടൊപ്പം ഉണ്ടാകുമായിരുന്നു. എന്തായാലും സ്നേഹത്തിന്റെ മുന്നിൽ അല്ലെങ്കിൽ സ്നേഹത്തിന് മുന്നിൽ കണ്ണു കാണില്ല എന്ന് പറയുന്നത് വെറുതെയല്ല. ചില സത്യങ്ങൾ കാണാതെ പോകുമ്പോൾ ആ ജീവിതം ആത്മഹത്യയിലേക്ക് തള്ളിവിടുമ്പോൾ അല്ലെങ്കിൽ സ്വന്തം അച്ഛനെയും അമ്മയും കാണാതെ പോകുന്നത് കൂടിയാണോ സ്നേഹത്തിന് മുന്നിൽ കണ്ണു കാണില്ല എന്ന് പറയുന്നത്?